47 കോടി വോട്ടർമാരിൽ ഭൂരിപക്ഷവും മോദി അടങ്ങുന്ന BJP വേണ്ട എന്ന് പറയുന്നവരാണ്. അഥവാ BJP ഭരണം കൊണ്ട് കൃത്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാത്തവരാണ്. 96 കോടി വോട്ടർമാരുള്ള ഇന്ത്യയിൽ പകുതിയോളമുണ്ട് ഈ കണക്ക്. അവരിലെ ഭൂരിപക്ഷവും ഈ കിരാത ഭരണത്തിന്റെ ക്രൂരത അനുഭവിച്ചവരാണ്. അവരാരാണ് എന്ന് ചോദിച്ചാൽ മോദി വൻകിട പദ്ധതികൾ കൊണ്ട് പൂമാല അണിയിച്ചവരാണ്. 33% പാർലമെന്റിനകത്ത് സംവരണം ഏർപ്പെടുത്തി ഭരണ പ്രതിപക്ഷത്തിന്റെ കയ്യടി വാങ്ങിക്കൂട്ടിയ ഇക്കൂട്ടർ പക്ഷേ ഇപ്പോൾ മോദിക്കെതിരാണ്. അവരാരാണ് എന്നല്ലേ? സ്ത്രീ വോട്ടർമാരാണ്. മണിപ്പൂരിൽ അവരുണ്ട്, ഇപ്പോഴിതാ കർണാടകയിലും അവരുണ്ട്. ഈ മെയ് മാസത്തിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ ഉയർത്തിയ കലാപക്കുടിയിൽ വെന്തുരുകിപ്പോയവരിൽ എത്രയോ സ്ത്രീകളുണ്ട്. എന്നും നാരി ശക്തി മാത്രം വിളിച്ചുകൊണ്ടിരിക്കുന്ന മോദി പക്ഷേ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആ വഴി പോയിട്ടില്ല. പിന്നെ എന്ത് നാരീശക്തിയാണ് അവർ പറയുന്നത് എന്ന് മനസ്സിലാവുന്നതേയില്ല. ഇവിടെ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. BJP സർക്കാർ ആദ്യമായി അധികാരത്തിൽ വന്ന മാസങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ 2015 ജനുവരിയിലാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ആരംഭിച്ചത്. 7 വർഷത്തിനു ശേഷം 2022 ഓഗസ്റ്റിൽ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സ്ത്രീ ശക്തി അഥവാ നാരീശക്തി പദ്ധതിക്കും തുടക്കമിട്ടു. ചെങ്കോട്ടയിൽ നിന്ന് സ്ത്രീകളെ അപമാനിക്കുന്ന എല്ലാ പെരുമാറ്റങ്ങളും അവസാനിപ്പിക്കാൻ ആഹ്വാനവും ചെയ്തു. എന്നാൽ ഇതിനോടൊന്നും നീതി പുലർത്തുന്ന പ്രവർത്തനമല്ല BJP കാഴ്ചവെച്ചിട്ടുള്ളത്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെയും ന്യൂ ഇലക്ഷൻ വാച്ചിന്റെയും റിപ്പോർട്ട് അനുസരിച്ച് 134 സിറ്റിംഗ് MPമാരും MLAമാരും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും കേസുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളവരുമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കേസുകൾ പ്രകാരം 2014 മുതൽ 2022 വരെ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ 31% വർദ്ധിച്ചത് എന്നും കാണാം. 2014 3,37,922 ആയിരുന്നതിൽ നിന്ന് 2022 4,45,256 ഉയർന്നിരിക്കുകയാണ്. ഇനി BJPയുടെ പൊള്ളത്തരങ്ങളുടെ മറ്റൊരു കാര്യം, ഒന്ന് പ്രജ്വൽ രേവണ്ണ, മറ്റൊന്ന് ബ്രിഡ്ജ് ഭൂഷൺ, 2 പീഡന വീരന്മാർ. ബ്രിഡ്ജ് ഭൂഷണെതിരെ വിവാദങ്ങളുടെ മാറാപ്പുകെട്ടുകൾ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും അവിടെ മകനെ നിർത്തിയിരിക്കുകയാണ് BJP. രേവണ്ണയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ഓരോ ദിവസവും കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടൊക്കെ കൂടിയാണ് പറയുന്നത്, 47 കോടി സ്ത്രീ വോട്ടർമാരിൽ ഭൂരിപക്ഷവും മൂന്നാം ഊഴത്തിൽ മോദി വേണ്ട എന്ന് പറയുന്നവരാണ്.